Watch full episodes on Jio Hotstar. ഞങ്ങൾ ഈ ലോകത്തെ വിളിക്കുന്നത് ദ ഫോർഗോട്ടൻ വേൾഡ് എന്നാണ്. ചാർമി, ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഹ്യൂമൻ വേൾഡ് പോലെ ഉണ്ടല്ലോ. പക്ഷെ നോർമൽ ഹ്യൂമൻസ് എവിടെയും കാണാനില്ലല്ലോ. അതെ, ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഹ്യൂമൻ വേൾഡിലുള്ളതാണ്. പക്ഷെ എല്ലാം യൂസ്ലെസ് ആണ്. ഹ്യൂമൻ അവരുടെ നിത്യജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ച് ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന സാധനങ്ങളില്ലേ, ആ സാധനങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ടാണ് ഈ വേൾഡിനെ വിളിക്കുന്നത് ദ ഫോർഗോട്ടൻ വേൾഡ്. ചാമി, ഈ ബ്യൂട്ടിഫുൾ കളർ ബീംസ് എങ്ങനെയാ വന്നത്? അത് ലൈറ്റിന്റെ ബീംസ് ആണ്. അതിൽ നിന്നാണ് ഈ ഫോർഗോട്ടൻ വേൾഡിന് പ്രകാശം ലഭിക്കുന്നത്. ഈ ബീം ആകാശത്തിൽ നിന്നാ വരുന്നത്. അതിവിടെ വെളിച്ചവും തരാറുണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചർ നിയന്ത്രിക്കുന്നതും അതാണ്. ടെമ്പറേച്ചർ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? ഇവിടെ വളരെ തണുത്ത കാലാവസ്ഥയാണല്ലോ. ഈ ബീമാണ് ചൂട് നൽകുന്നത്. ഇതിൽ നിന്ന് വരുന്ന ചൂട് ഇവിടുത്തെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. ആ ബീമിന് അത്രയ്ക്ക് ചൂടുണ്ട്. അതിനെ ആരെങ്കിലും തൊട്ടു കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ ഇല്ലാതാവും. അതിന് അത്രമാത്രം ചൂടുണ്ടാകുമോ? എന്താ തൊട്ടു നോക്കുന്നു? ദാ നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം. ദാ ഇതതിന് തൊട്ടു കഴിഞ്ഞാൽ ഡിസോൾവ് ആകുന്നത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇവിടെ എവിടെയാണെങ്കിലും പോവാം, എന്നാൽ ബീമിന്റെ അടുത്തേക്ക് പോകരുത്. ഓക്കെ, ഞങ്ങൾ സൂക്ഷിച്ചോളാം. രുദ്ര, അങ്ങോട്ടൊന്ന് നോക്കിയേ. ഇതേതോ രാജാവിന്റെ പാലസ് പോലെ ഉണ്ടല്ലോ. അല്ല, അവിടെ എന്താ അത്? വരുൺ, പെട്ടെന്ന് വരൂ. ഇതാ വന്നു. ഇത് സംഭവം കൊള്ളാമല്ലോ. വേണ്ടാത്ത സാധനങ്ങൾ മൊത്തം അടുക്കി വെച്ചിരിക്കുകയാണല്ലോ. പഴയ സാധനങ്ങൾ അവർ റീയൂസ് ചെയ്തിരിക്കുകയാണ്. എത്ര നല്ല രീതിയിൽ അവർ ചെയ്തിരിക്കുന്നല്ലേ. അതെ, അത് വെച്ചൊരു കൊട്ടാരം പണിതിരിക്കുക. ഹലോ പപ്പറ്റ് രാജ, ഞാനിതാ വന്നിരിക്കുന്നു. ഇതാ നോക്കൂ, രുദ്രയും കൂട്ടുകാരും എന്നോടൊപ്പമുണ്ട്. പപ്പറ്റ് രാജ എത്തിക്കഴിഞ്ഞു. ഓ, നിങ്ങളുടെ അതിഥി ഇതാ എത്തിക്കഴിഞ്ഞു. ഇതാരാണ്? ശരീരമുണ്ട്, പക്ഷെ കാലുമില്ല, തലയില്ല. ഹായ്, ഞാനാണ് ഹോളുമാൻ. ഇപ്പൊ ഇതാ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് രാജാക്കളുടെ രാജാവ് പപ്പറ്റ് രാജ. ഹലോ എവരിവൺ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. യാത്ര എളുപ്പമായിരുന്നു. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാനാണ് രാജാക്കന്മാരുടെ എല്ലാം രാജാവ്, പപ്പറ്റ് രാജാവ്. വെൽക്കം ടു ഫോർഗോട്ടൻ വേൾഡ്. പുള്ളിക്കാരൻ എന്ത് പറ്റി? ഞാനിവിടെ പേരിന് മാത്രമാണ് രാജാവ്. എന്റെ കൈവശം അങ്ങനെ ഒരു പവറും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇത്തരത്തിൽ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ കിഡ്നാപ്പിംഗ് എന്നാ പറയുന്നത്. അല്ല അല്ല രുദ്ര, നിങ്ങളുടെ ഭാഷയ്ക്കും ഞങ്ങളുടെ ഭാഷയ്ക്കും യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇത്രയ്ക്ക് നിർബന്ധിച്ച് ഫോർഗോട്ടൻ വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അതിനു വേണ്ടിയാ. സോറി, എനിക്ക് വേറെ വഴിയില്ലാതെ പോയി. നിങ്ങളുടെ കൈവശം വെറും 36 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. 36 മണിക്കൂറിനകം ആ മാജിക്കൽ റിംഗ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അതോടെ ഈ ലോകം മൊത്തം അങ്ങ് നശിച്ചു പോകും. പിന്നെ വെറും നെഗറ്റീവ് ഫോഴ്സ് മാത്രമേ ബാക്കി ഉണ്ടാവൂ രുദ്ര. വെറും നെഗറ്റീവ് ഫോഴ്സ് മാത്രം ഉണ്ടാകും. 36 മണിക്കൂറിൽ ടോട്ടൽ ഫോർഗോട്ടൻ വേൾഡ് നശിച്ചു പോവെന്നോ? അതെങ്ങനെയാ? ഈ ഫോർഗോട്ടൻ വേൾഡിനെ ഒരു മാജിക്കൽ റിംഗിന്റെ പവർ ആണ് സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. അത്തരം അതിശക്തിയാർന്ന ഒരു മാജിക്കൽ റിംഗ് ആയിരുന്നു അത്. അടുത്ത 36 മണിക്കൂറിനകം അത് ആ മകരത്തിന്റെ അകത്ത് ശരിക്കും കുടുങ്ങിപ്പോകും. പിന്നെ അതിന്റെ മാജിക്കൽ റേസിന് ഒരിക്കലും പുറത്തേക്ക് വരാനാവില്ല. അതോടെ ഇവിടെയുള്ളതെല്ലാം നശിച്ചു പോകുന്നതായിരിക്കും. പിന്നെ എല്ലാം അവസാനിക്കും.
നിങ്ങൾ നേരിട്ട് ചെന്ന് ആ റിംഗ് എന്താ എടുത്തോണ്ട് വരാത്തത്? കാരണം ഇദ്ദേഹമാണ് രാജാക്കളുടെ ഒക്കെ രാജ പാപ്പറ്റ് രാജ. കയ്യില് പവേഴ്സ് ഒന്നും ഇല്ലാതെ കയ്യില് ശക്തിയൊന്നും ഇല്ലാതെ ഒരു തവണ ഇദ്ദേഹം ട്രൈ ചെയ്തതാണ്. പക്ഷെ എല്ലാരും അദ്ദേഹത്തെ പന്താടുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് ടാപ്പേ, ടാപ്പേ, ടാപ്പേ. അയ്യാ, എന്നിട്ട് കാലും ചവിട്ടി പുറകെ വന്ന് പുറകും ചവിട്ടി ഇങ്ങനെ അടിച്ച് ഷേപ്പ് മാറ്റി. എന്നിട്ട് അദ്ദേഹത്തിന്റെ പണിയും കഴിഞ്ഞു. ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷെ ഞങ്ങൾ പലവട്ടം തോറ്റുപോയി. കാരണം അവനെ റോബോട്ടസ് എന്ന പേരുള്ള ഒരു ഈവിൽ ഫോഴ്സ് ആണ് കാക്കുന്നത്. അത് വളരെ വളരെ പവർഫുൾ ആണ്. അവനോട് ഏതെങ്കിലും ഒരു മജീഷ്യന് മാത്രമേ ഏറ്റുമുട്ടാൻ പറ്റൂ. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഒരു തവണ ആ റിങ് എന്റെ കൈ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവനുണ്ടല്ലോ ഇങ്ങനെ ഇടിച്ച് പപ്പടാകും. ഇതാകെ ഗുലുമാലായല്ലോ. നിങ്ങൾ എന്തിനാണ് ഓരോ പ്രാവശ്യവും എന്നെ എടുത്തിട്ട് ഇങ്ങനെ ചളക്കുന്നത്? ഞങ്ങൾ ആ കാര്യം മനസ്സിലാക്കിയപ്പോൾ, അതായത് 36 മണിക്കൂറിനുള്ളിൽ ആ മരത്തിനുള്ളിൽ കുടുങ്ങുമെന്നായപ്പോൾ ഞങ്ങൾ വല്ലാതെ വിഷമിച്ചു. അതുകൊണ്ട് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങളെ സഹായിക്കാമോ രുദ്ര? നിങ്ങൾ ആരും എന്തുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ ആ റിംഗ് തിരിച്ചു കൊണ്ടുവന്ന് തന്നിരിക്കും. ശരിക്കും താങ്ക് യു രുദ്ര, താങ്ക് യു വെരി മച്ച്. ഞാനിവിടെ പേരിന് മാത്രമാണ് രാജാവായിട്ടുള്ളത്, പക്ഷേ നീ ഉണ്ടല്ലോ ശരിക്കുമുള്ള ഒരു രാജാവാ. താങ്ക് യു രുദ്ര. പക്ഷെ നമ്മളിപ്പോ എങ്ങോട്ടാ പോണ്ടേ? ആ, ഞാൻ നിന്റെ ഒപ്പം എന്റെ ഒരു ഗൈഡിനെ പറഞ്ഞയക്കാം. ഓക്കെ സ്വീറ്റോ. ഇവനാണ് സ്വീറ്റോ. ഈ സ്വീറ്റോയാണ് നിങ്ങളുടെ ഗൈഡ്. ഇവൻ നിങ്ങളെ ആ മാജിക്കൽ ട്രീ വരെ കൊണ്ടെത്തിക്കും. സ്വീറ്റോ, ഇവരെ ഒരിക്കലും തനിച്ചാക്കരുത് കേട്ടോ. ശരി. രുദ്ര, ഒരു കാര്യം ഓർക്കണം, നമ്മൾക്ക് വെറും 36 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഞാൻ ആ റിംഗ് വീണ്ടെടുക്കാതെ വിടില്ല. ലെറ്റ്സ് ഗോ, പോവാം. റോബോട്ടസിന്റെ കാര്യത്തിൽ അല്പം സൂക്ഷിക്കണം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് അവന്റെ മിനിയം. അത് അവൻ ഈ ഫർഗോട്ടൻ വേൾഡ് മൊത്തം ഓരോ സ്ഥലത്തും ഞങ്ങൾ അറിയാതെ പതുക്കി വെച്ചിരിക്കുകയാണ്. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങളെ വന്ന് അറ്റാക്ക് ചെയ്യും. താങ്ക് യു പപ്പറ്റ് രാജ. ഇനി ഞങ്ങൾ നോക്കിക്കോളാം. ഓൾ ദ ബെസ്റ്റ് രുദ്ര. ഓ, ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാം. ഈ കളി നമ്മളിത് എങ്ങോട്ടാ വന്നിരിക്കുന്നേ? രുദ്ര, നമ്മളിത് വേറെ എവിടെയാണല്ലോ വന്നിരിക്കുന്നത്. ഈ കൊടും തണുപ്പ് കാരണം ഞാൻ കുൽഫിയായി പോകുന്ന തോന്നുന്നത്. ഈ ഫ്രോസൺ സ്ഥലം മുഴുവനും റെഫ്രിജറേറ്റർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. ദാ അങ്ങോട്ട് നോക്ക്, അത് കണ്ടില്ലേ? Hi kids, surprise! ഞാനാണ് ഓൾഡി ദി ഗോൾഡി. വെൽക്കം ടു റെഫ്രിജറേറ്റർ വേൾഡ്. ഇവിടെ എത്ര ഓൾഡ് സാധനം ഉണ്ടെങ്കിലും ശരി, ഞാൻ അവരെയൊക്കെ ആക്കും കോൾഡ്. വരൂ, എന്റെ അടുത്ത് ഒരുപാട് ചോക്ലേറ്റ്സും ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട്. ചോക്ലേറ്റ്സ്, ഐസ്ക്രീം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. വരൂ. റംഗീല, വരുൺ, മൈര, നിക്ക് പോവല്ലേ. നിക്ക്. Let's go and eat. ഓ, ആരെങ്കിലും അവനെ ഒന്ന് പിടിച്ചു നിർത്ത്. അവരെല്ലാവരും വളരെ പാവങ്ങളാണ്. റോബോട്ടസ് ഏർപ്പാടാക്കിയ ട്രാപ്പിനകത്ത് വീണ്ടും വീണ്ടും അവര് കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് പോകരുത്. അതൊരു ട്രാപ്പാണ്, ട്രാപ്പാണ്, ട്രാപ്പാണ്. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്റെ പപ്പറ്റെ? നിങ്ങൾ അവന് ഒരുപാട് ഫ്രീഡം കൊടുത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ. ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ. ഇത്രയും വലിയ ചോക്ലേറ്റ് ഹൗസ് ഞാൻ നമ്മുടെ ലോകത്ത് പോലും കണ്ടിട്ടില്ല.
ഞാൻ എന്തെങ്കിലും ചെയ്ത് എന്റെ ഫ്രണ്ട്സിനെ രക്ഷിച്ചേ പറ്റൂ. എവിടെ പോയി? വരൂ. എക്സ്ക്യൂസ് മീ, ഈ ചോക്ലേറ്റ് വേൾഡ് നിങ്ങളുടെയാണോ? അതെ, എന്റെ തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? എനിക്ക് വേണ്ടത് ഐസ്ക്രീം ആണ്. എനിക്ക് വേണം. Me too. നിങ്ങൾക്ക് കഴിക്കാൻ ഐസ്ക്രീം ആണ് വേണ്ടതല്ലേ? വളരെ തണുത്ത സ്വീറ്റ് ഐസ്ക്രീം. മൈ ഡിയർ കിഡ്സ്. വാതിൽ അടഞ്ഞു പോയോ? നോ! മൈര, വരുൺ, റംഗീല. നീ ആരാ? ഞാനാണ് റോബോട്ടസ്. ഞാൻ സൂപ്പർ പവർ ഉള്ള ആളാണ്. ഒറ്റയടിക്ക് നിങ്ങളെ കഥ ഞാൻ കഴിക്കും. കൊഴുപ്പോയല്ലോ, ഇവനാണ് റോബോട്ടസ്. ഇവന്റെ അടുത്തേക്ക് പോകരുതല്ലേ പപ്പറ്റ് രാജ നമ്മളോട് പറഞ്ഞത്? അറിയാതെ ഒരു തെറ്റ് ചെയ്യുന്നവൻ ചിലപ്പോൾ ഒരു ബുദ്ധിമാനായിരിക്കാം. പക്ഷെ അറിഞ്ഞിട്ടും മനഃപൂർവ്വം തെറ്റ് ചെയ്യുന്നവൻ ശരിക്കും മണ്ടൻ തന്നെയാണ്. നിങ്ങളുടെ ബുദ്ധിയുടെ വാതിലും ഇതുപോലെ അടഞ്ഞിരിക്കുകയാണ്. ഈ ഫ്രിഡ്ജ് ഹൗസിന്റെ വാതിലും അടഞ്ഞതുപോലെ തന്നെ. സോ ഹാപ്പി ഫ്രീസിംഗ്. മൈര, വരുൺ, റംഗീല, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഈ ബൈസ്കാർ ഡോർ ബ്രേക്കോ. ഞാനിപ്പോ എന്താ ചെയ്യാ? ആരാ നീ? എന്റെ ഫ്രണ്ട്സിനെ നീ എന്താ ചെയ്തത്? ഞാനാണ് റോബോട്ടസ്. എനിക്ക് ഭയങ്കര പവറാണുള്ളത്. ഒരു സെക്കൻഡിനോട് നിന്നെ പിഴിഞ്ഞ് ഞാൻ ജ്യൂസ് എടുക്കാം. അത് ശരി, അപ്പൊ നീയാണല്ലേ റോബോട്ടസ്? എന്റെ ഫ്രണ്ട്സിനെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ നിന്റെ കൂട്ടുകാരെയും ഇവിടുന്ന് പുറത്തു പോകാൻ അനുവദിക്കുകയില്ല. നിനക്ക് നിന്റെ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ ട്രീ ഓഫ് ലൈഫിന്റെ അടുത്തേക്ക് പോകാതിരിക്കൂ. ഞാൻ ട്രീ വരെ ചെല്ലും. മാത്രല്ല എന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കും. നിന്റെ കഥയും ഞാൻ തീർക്കും. നീ വളരെ വലിയ തെറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. റോബോട്ടസ്, ഇതേതാ പുതിയ പ്രശ്നം?
വരൂ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. യെസ്, അവരൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഹേ, അവര് രക്ഷപ്പെട്ടോ. ആ, come on. എന്റെ അമ്മോ. ഒരു പ്രാവശ്യം എനിക്ക് എന്റെ തല തിരിച്ചു കിട്ടിയാൽ മതി, പിന്നെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. അവിടെ തന്നെ. correct. ഹോളോ മാൻ, നീ രാജാക്കന്മാരുടെ എല്ലാം രാജാവായ പപ്പറ്റ് രാജാവിനെ രാജാവാകുന്നതിന് മുമ്പ് തന്നെ കഥ കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ? അവിടെ രുദ്ര പോയ വഴിക്ക് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. പക്ഷെ മറുവശത്ത് നീ ഇവിടെ എന്റെ തല വെച്ച് പന്താടി കളിക്കുകയല്ലേ? നമ്മള് വീണ്ടും പുതിയ സ്ഥലത്തേക്ക് വന്നിരിക്കുക. എല്ലാവരും എപ്പോഴും ഒന്നിച്ചിരിക്കണം. ഇത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ ലോകം പോലെ ഉണ്ടല്ലോ. നേരം ഇരുട്ടാറായി, നമ്മൾ എവിടെയെങ്കിലും സേഫായി സ്റ്റേ ചെയ്യണം. മൈര, നിൽക്ക്. അങ്ങോട്ട് നോക്ക്, ഗ്ലാസ് ബോൾ ഹൗസ്. ഇന്ന് രാത്രി മുഴുവൻ നമുക്ക് അവിടെ തന്നെ താമസിച്ചാലോ? അതിന്റെ അകത്ത് രണ്ടുപേരും ഡാൻസും കളിക്കുന്നുണ്ടല്ലോ. എന്റെ അടുത്ത് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോൾ ഹൗസ് ഉണ്ടായിരുന്നു. അതിൽ ഇതുപോലത്തെ ഡാൻസിങ് കപ്പിൾസ് ഡാൻസ് ചെയ്യുമായിരുന്നു. ശരി, നമുക്ക് നോക്കാം. പക്ഷേ ഈ പ്രാവശ്യം നമ്മളെ ആരും പറ്റിക്കരുത്. നോക്ക്. ഓഹോ, അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. പ്ലീസ് കം ഇൻ. ഈ ഗ്ലാസ് ബോൾ എത്ര വലുതായിട്ടുണ്ടല്ലേ? വൗ, വളരെ വലുതാ. ഇവിടെ എന്തുമാത്രം മഞ്ഞാണ്. വാവ്, ഗ്ലാസിന്റെ ക്രിസ്മസ് ട്രീ കാണാൻ എന്തൊരു ഭംഗിയല്ലേ. അയ്യോ, രക്ഷിക്കണേ, അയ്യോ, ഞാൻ വീണു പോകുന്നു. രംഗീല, നിന്റെ കോലം നോക്കിയേ. ഞങ്ങളുടെ ഗ്ലാസ് ബൗൾ അത്ഭുതം തന്നെയാണല്ലേ? ആ, വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാനാണ് ജാസ്മിൻ. പിന്നെ ഇതെന്റെ ഹസ്ബൻഡ് ജാക്ക്. ഹായ്. നിങ്ങളുടെ പേരൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം. രാവിലെ മുതൽ നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും ധീരന്മാരാണ്. പക്ഷേ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നിങ്ങൾ റോബോട്ടസുമായി ഏറ്റുമുട്ടേണ്ട. എവിടുന്നാണോ നിങ്ങൾ വന്നത് അവിടേക്ക് തന്നെ തിരിച്ചു പൊയ്ക്കോളൂ. നിങ്ങൾ രണ്ടാളും കാണാൻ നല്ലവരെ പോലെ ഉണ്ട്.
പക്ഷേ ഫർഗോട്ടൺ വേൾഡിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വന്ന എല്ലാവരും ഇതുവരെ ഞങ്ങളെ മിസ്ഗൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ എങ്ങനെ നിങ്ങളെ വിശ്വസിക്കുക? ഞങ്ങൾക്ക് നിന്നെ അറിയാം. ലൈവ് ടിവിയിൽ നിങ്ങളുടെ സ്ട്രഗിൾ ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ മേലിൽ വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും. അതൊരു പ്രോമിസാണ്. രുദ്ര, ഇവരെ കണ്ടിട്ട് എനിക്ക് മറ്റുള്ളവരെ പോലെയായിട്ട് തോന്നില്ല. നമ്മളിപ്പോ റിസ്ക് എടുത്ത് ആരെങ്കിലും ഒരാളെ വിശ്വസിച്ചല്ലേ മതിയാവൂ. ഓക്കെ മൈറ, ഇഫ് യു സേ സോ. നിങ്ങളും ഇങ്ങനെ ഡാൻസ് ചെയ്യൂ. ലെറ്റ്സ് എൻജോയ്. Yeah, let's change the music. നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് ക്ഷീണിച്ചതുപോലെ ഉണ്ടല്ലോ. ഇന്ന് നിങ്ങൾ എല്ലാവരും റെസ്റ്റ് എടുക്കൂ. നാളെ രാവിലെ നിങ്ങൾക്ക് പോകാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഓക്കേ? വരൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.